കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ ദുരൂഹതയില്ല എന്ന് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ സംയുക്ത പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ലഭ്യമാണ്. അതിലേക്ക് ആ വിവരങ്ങൾ പാസ് ചെയ്യാനും കഴിയുള്ളൂ. ഇവിടെ വന്നു വലിയ കൊള്ളാമെന്ന് മനസ്സിലായി. അതനുസരിച്ച് മറ്റുള്ള എല്ലാ നിലയങ്ങളിൽ നിന്നും വാഹനങ്ങൾ മാക്സിമം നമ്മൾ എത്തിച്ചു. നല്ല രീതിയിൽ ഫയർ ഫൈറ്റ് ചെയ്തു. അതുണ്ടായിരുന്നല്ലോ, അത് നേരത്തെ പറഞ്ഞതാണ്. അത് നമുക്ക് മാനുവലി കണ്ടെത്താൻ കഴിയില്ല. അത് ഫോറൻസിക് സ്റ്റഡിയിൽ തന്നെ കണ്ടെത്താൻ കഴിയുള്ളൂ. അതിനുള്ള സംവിധാനം രാസപരിശോധനയൊക്കെ അവർക്ക് ആകുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 15 വലിയ MT, അതായത് മൊബൈൽ ടാങ്ക് യൂണിറ്റും 5 മിനി ഫയർ ടാങ്ക് യൂണിറ്റും 6 ജീപ്പ് അങ്ങനത്തെ വെഹിക്കിൾസുമാണ് ഉണ്ടായത്. നാശനഷ്ടം വിലയിരുത്തിയിട്ടില്ല. എൻ്റെ സ്റ്റോക്കിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വിലയിരുത്താൻ കഴിയുള്ളൂ. കാര്യമായിട്ട് നഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു. ജില്ലാ ഫയർ ഓഫീസർ KM അഷ്റഫ് അലിയാണ് സംസാരിച്ചത്.